കർത്താവ് പറഞ്ഞു, നീ സുഡാനിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ഡയറക്ടറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, റെയിൻഹാർഡ്, ദൈവം നിന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകണം. ഇല്ലെങ്കിൽ പോകരുത്. അത് വളരെ അപകടകരമാണ്. ഞാൻ പറഞ്ഞു, ഇല്ല, നീ നിന്റെ ജോലി ചെയ്യൂ. ഞാൻ പ്രാർത്ഥിക്കാം. 6 മാസത്തിനു ശേഷം ഒരു ഈസ്റ്റർ ആഘോഷത്തിന് വരാൻ എന്നെ ക്ഷണിച്ചുകൊണ്ട് സുഡാനീസ് സർക്കാരിൽ നിന്ന് എനിക്ക് ഒരു ക്ഷണം ലഭിക്കുന്നു. ഞാൻ അത് 2 കൈകളും നീട്ടി സ്വീകരിച്ചു. മീറ്റിംഗിന്റെ ആദ്യ രാത്രി വന്നു. യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം ഞാൻ രക്ഷയുടെ പ്രാർത്ഥന നടത്തി. പിന്നെ ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ജനക്കൂട്ടം കൂടുതലായതിനാൽ താഴേക്ക് പോകാൻ കഴിയില്ല, എല്ലാവരുടെയും മേൽ കൈവയ്ക്കാൻ കഴിയില്ല. അത് ആവശ്യമില്ലെന്ന് കർത്താവ് വളരെ കാലം മുമ്പ് എന്നോട് പറഞ്ഞു. അവൻ തന്റെ കൈകളുമായി ജനക്കൂട്ടത്തിൽ ഉണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ വന്നു. അന്ധമായ കണ്ണുകൾ തുറക്കപ്പെടുന്നു, വികലാംഗർക്ക് നടക്കാൻ കഴിയുന്നു, ബധിരർക്കും മൂകർക്കും കേൾക്കാനും സംസാരിക്കാനും കഴിയുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം.